Myself Yamuna Poyil. Welcome to Yamuna's Physics Classes. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കൊളംസ് ലോ എന്ന് നമ്മൾ കണ്ടിരുന്നു. ഈ വീഡിയോയിൽ കൊളംസ് ലോ വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. സ്കെലാർ ഫോമിൽ എഴുതാൻ നമ്മൾ പഠിച്ചിരുന്നു. F proportional to Q1 Q2 by R square എന്ന് എഴുതി വെച്ചാൽ സ്കെലാർ ഫോമായി. പക്ഷേ നമുക്കറിയാം ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. ഡയറക്ഷൻ ചേർത്ത് കൊളംസ് ലോ പറയുന്ന പേരാണ് കൊളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. നോക്കാം. അപ്പോൾ എന്താണ് കൊളംസ് ലോ ഇൻ വെക്റ്റർ ഫോം എന്നുള്ളത് നോക്കാം. നമുക്ക് രണ്ട് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. ഇത് ചാർജ് പോസിറ്റീവ്, ഇത് ചാർജ് പോസിറ്റീവ്. റിപ്പൾഷനാണ് അവരുടെ ഇടയിലുള്ള ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഈ ചാർജ് ഇങ്ങോട്ടും പോവും, ഈ ചാർജ് ഇങ്ങോട്ടും പോവും. ഇത് നമ്മൾ വാക്കാലെ പറഞ്ഞു. ഇനി ആ വാക്ക് നമ്മൾ എഴുതണം. അപ്പോൾ അത് വെക്റ്റർ ഫോമിലായി. എങ്ങനെയാണ്? വളരെ സിമ്പിളാണ്. നമുക്ക് ആ ഒരു ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓക്കെയാണ്. എങ്ങനെയാണ് ആ ക്ലിക്ക് നമുക്കൊന്ന് നോക്കാം. ഒരു ചെറിയൊരു സൂത്രം അറിഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ എന്നുള്ള ഒരു സൂത്രമുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. പൊസിഷൻ വെക്റ്റർ, യൂണിറ്റ് വെക്റ്റർ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ സിമ്പിളാണ് വെക്റ്റർ. അപ്പോൾ നോക്കാം. അതായത് ഒരു ഒറിജിൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂല, അത്ര സങ്കല്പിച്ചാൽ മതി. 3 ഡയമെൻഷണൽ സ്പേസ് ആണെന്ന് വിചാരിച്ചോളൂ. ഏതോ ഒരു മൂല ഒറിജിൻ. അവിടെ നിന്ന് Q2 എന്ന് പറയുന്ന വെക്റ്റർ R2 അകലത്തിലാണ്. അപ്പോൾ നമ്മൾ പറയും ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന് പറയുന്ന പേരാണ് പൊസിഷൻ വെക്റ്റർ. അപ്പോൾ Q2ലേക്കുള്ള പൊസിഷൻ വെക്റ്റർ R2 ബാർ. ബാർ ശ്രദ്ധിച്ചോളാം, ഈ ബാർ കാണിക്കുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നാണ്. നമ്മൾ സാധാരണ ടെക്സ്റ്റിലൊക്കെ ആണെങ്കിൽ ഒരു വെക്റ്ററിനെ നമ്മൾ ഇങ്ങനെ ഡാർക്കാക്കി അങ്ങ് എഴുതും. പരമാവധി അത് ഡാർക്കാക്കി എഴുതി ബോൾഡാക്കി എഴുതിയിട്ട് നമ്മൾ പറയും ഇത് വെക്റ്ററാണ്, ഇത് സ്കേലറാണെന്ന് പറയും. പക്ഷേ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്റ്ററാണ്, പ്രിൻറ്റിൽ ഇത് വെക്റ്ററാണ്. പക്ഷേ പ്രിൻറ്റിൽ നമുക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെക്റ്ററിനെ എങ്ങനെ എഴുതും? ഒരു R ബാർ ഇട്ട് എഴുതും. അപ്പോൾ എവിടെയൊക്കെ ബാർ കണ്ടോ അതൊക്കെ ആലോചിച്ചോളാം വെക്റ്ററാണെന്ന്. അപ്പോൾ ഇത് R2 Q2ലേക്കുള്ള പൊസിഷൻ വെക്റ്റർ. അതേ ഒറിജിനിൽ നിന്ന് Q1ലേക്കുള്ള പൊസിഷൻ വെക്റ്റർ R1 ബാർ. നിർത്തി പറയാം. പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒറിജിനിൽ നിന്ന് ഏത് പോയിൻ്റാണോ ആ പോയിന്റിൽ പൊസിഷൻ അതിലേക്ക് വരയ്ക്കുന്ന വെക്റ്റർ പൊസിഷൻ വെക്റ്റർ. ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് പറഞ്ഞു, R2 ബാർ, R1 ബാർ. ഇവിടെയാണ് R1 ബാർ ദൂരത്തിലാണ് Q1 ഇരിക്കുന്നത്, R2 ബാർ ദൂരത്തിലാണ് Q2 ഇരിക്കുന്നത്. ഇവർ ലൈക്ക് ചാർജസ് ആണ്. ഇതും പ്ലസ് ചാർജാണ്, ഇതും പ്ലസ് ചാർജാണ്. ഒബ്വിയസ്ലി അവർ റിപ്പലാണ് ചെയ്യുക. അവരുടെ ഇടയിലുള്ള ഫോഴ്സ് റിപ്പൾഷനായിരിക്കും. അപ്പോൾ അവർ റിപ്പൽ ചെയ്യാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സ് എടുത്ത് പറയണം. ഒന്നിൻ്റെ പേര് F21. ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. F21 എന്നുദ്ദേശിക്കുന്നത് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ഇത് NCERT നൊട്ടേഷനാണ്, സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ്. അതുകൊണ്ട് അതേ രീതിയിൽ മനസ്സിലാക്കണം. F21 എന്ന് പറഞ്ഞാൽ Q2 എന്ന് പറയുന്ന ചാർജിനെ Q1 എന്ത് ചെയ്യുന്നു? Q2വിനെ Q1 ഇങ്ങോട്ടാണ്. ഇപ്പോൾ എൻ്റെ ഭാഗമാണെങ്കിൽ വലത്തോട്ട് തള്ളുന്നു. Q2വിനെ Q1 എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. Q2വിനെ Q1 എൻ്റെ വലത് ഭാഗത്തേക്ക് തള്ളുന്നു. ഞാൻ എൻ്റെ വലത് കൈ ഇതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ, ഞാൻ ബോർഡ് ഫേസ് ചെയ്ത് നിങ്ങളുടെ ബോഡി ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ വലത് ഭാഗത്തേക്ക് തള്ളുന്നു. അപ്പോൾ ആ ദിശയ്ക്കാണ് F21 ബാർ എന്നിട്ടിരിക്കുന്നത്. ഓക്കെ, ഇതേ വിധത്തിൽ Q1നെ Q2 എന്ത് ചെയ്യുന്നു? Q1നെ Q2 ഇടത്തേക്ക് തള്ളുന്നു. ആ ഇടത്തേക്ക് എന്നുള്ളതാണ് F12 ബാർ. F12 ബാർ. 12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. F21 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1. അതിൻ്റെ ഡയറക്ഷൻസാണ് ഈ ആരോ കാണിച്ചിരിക്കുന്നത്. ഓക്കെ,
ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതറിയുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാനിതിവിടെ എഴുതിയത്. ദ ഡയറക്ഷൻ ഓഫ് എ വെക്റ്റർ ഈസ് സ്പെസിഫൈഡ് ബൈ എ യൂണിറ്റ് വെക്റ്റർ എലോങ് എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇത് NCERT അങ്ങനെ തന്നെ ഞാൻ എഴുതുന്നതാണ്. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം F21 ബാർ എങ്ങോട്ട് എന്ന് ഞാൻ ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നിൽക്കുന്നു നിങ്ങളുടെ ഭാഗത്ത് വലത്തോട്ടെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ വെർബലായിട്ട് ഒത്തിരി പറയുന്നതിന് പകരം ഇങ്ങനൊരു കൊച്ചാളെ ഇട്ടാൽ മതി. ക്യാപ്പ് കണ്ടാൽ നമുക്കറിയാം, I ക്യാപ്പ്, J ക്യാപ്പ്, K ക്യാപ്പ് പരിചിതമാണ് ആ വാക്കുകൾ. I ക്യാപ്പ്, J ക്യാപ്പ്, K ക്യാപ്പ്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2 ഡയമെൻഷണൽ മോഷനിൽ വരുന്ന ആളുകളാണ്. I ക്യാപ്പ്, J ക്യാപ്പ്, K ക്യാപ്പ് ആരാണത്? യൂണിറ്റ് വെക്ടേഴ്സ്. ആരാണ്? യൂണിറ്റ് വെക്ടേഴ്സ്. ഇതിൻ്റെ അർത്ഥം ഇത് പ്ലസ് 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 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എലോങ് പ്ലസ് X ആക്സിസ് പ്ലസ് Y ആക്സിസ് പ്ലസ് Z ആക്സിസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ജോലി ഓൺലി ഡയറക്ഷൻ, വേറൊരു ജോലി അവർക്കില്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അതേപോലെ F21 ബാർ എന്ന് പറഞ്ഞാൽ F21 ഒരു വെക്ടറാണ്, അതിനൊരു ഡയറക്ഷനുണ്ട്. എങ്ങോട്ട്? ഉത്തരം വളരെ സിമ്പിൾ, R∩21. അപ്പോൾ ഈ ചിത്രം നോക്കുക. ഈ ചിത്രം വെച്ചിട്ട് R∩21 എങ്ങോട്ടാണ്? വലത്തോട്ട്. അതേപോലെ F12 ബാർ എന്ന് കാണണമെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ഇതിൻ്റെ എതിർവശം എന്ന് പറഞ്ഞാൽ പോരെ. ഇതിൻ്റെ എതിർവശം എങ്ങോട്ടാണ്? ഇടത്തോട്ട്. അപ്പോൾ ഇങ്ങോട്ടുള്ളതിന് നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? R∩12. അപ്പോൾ R∩21 വലത്തോട്ടാണ് എങ്കിൽ R∩12 ഇടത്തോട്ടാണ്. ഫോർ എക്സാമ്പിൾ, പ്ലസ് I എന്ന് പറയുന്നത് പ്ലസ് X ആക്സിസ് ആണെങ്കിൽ മൈനസ് I ക്യാപ്പ് എന്ന് പറയുന്നത് മൈനസ് X ആക്സിസ് ആണ്. ഓപ്പോസിറ്റ് ടു ഈച്ച് അതറാണ്. അതേ മീനിങ്. ഇനി യൂണിറ്റ് വെക്ടറിൻ്റെ ഡെഫിനിഷനാണ് എഴുതിയിരിക്കുന്നത്. ഇത് ശരിക്കും നോക്കിയേ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വെക്ടർ R21. വെക്ടർ R21 എന്ന് പറഞ്ഞാൽ ഇതാണ് വെക്ടർ R21. R21 എന്നുള്ള വെക്ടർ Q1ഉം Q2ൻ്റെയും ഇടയിലുള്ള അകലം. ആ അകലം ഒക്കെ ഇതൊരു ഡിസ്റ്റൻസാണ്. ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡ്. ഇത് വെക്ടറാണ്, ഇത് അതിൻ്റെ മോഡാണ് നമ്മൾ എടുക്കുന്നത്. ഇത് വെക്ടർ ക്വാണ്ടിറ്റി, അതിൻ്റെ മോഡാണ് എടുക്കുന്നത്. അപ്പം മോഡെന്ന് പറഞ്ഞാൽ ഇത് 5 സെൻറ്റിമീറ്റർ. സപ്പോസ് ഇത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 5 സെൻറ്റിമീറ്റർ ബൈ 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 ആണ്. പക്ഷേ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് കട്ട് ചെയ്ത് പോയി. സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ, ഇത് 5 ആണ്, ഇത് 5. 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 1 എന്ന് കിട്ടും. പക്ഷെ 1 അല്ല, 1 ബാറുണ്ട്. എന്ന് വെച്ചാൽ 1 യൂണിറ്റ്സ് ഓക്കെ, പക്ഷെ അതിനൊരു ഡയറക്ഷൻ വേണ്ടേ? ആ ഡയറക്ഷനാണ് നമുക്ക് ഈ കിട്ടുന്നത്. R∩21. സിമിലർലി R∩12 എങ്ങനെ എഴുതാം? R∩12 എങ്ങനെ തന്നെ എഴുതാം? R∩12 ഡിവൈഡഡ് ബൈ മോഡുലസ് R∩12. അപ്പോൾ ഇത് വെറും ഡയറക്ഷൻ, ഇത് വെറും ഡയറക്ഷൻ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാരണം ഈ R∩21 എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ള വെക്ടറാണ്. കണ്ടില്ലേ, ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് കണ്ടോ? ഇത് R∩21 വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ അകലം തന്നെയല്ലേ ആർക്കും വരിക? R∩12 എന്നുള്ള വെക്ടറിനും ഇതേ അകലം. ബോത്ത് ആർ സെയിം, ഈക്വലാണ്. ഇവർ രണ്ടുപേരും ഈക്വലാണ്. കാരണം Q1 തൊട്ട് Q2 വരെ അളന്നാലും Q2 തൊട്ട് Q1 വരെ അളന്നാലും ഒരേ നീളമാണ്. അപ്പോൾ ഈ രണ്ട് വെക്ടറിനും ഒരേ മൂല്യമാണ്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈൻ ജോയിനിങ് ദ ടു. അതുകൊണ്ടാണ് ഫ്രം Q1 ടു Q2 R∩21, ഫ്രം Q2 ടു Q1 R∩12. ക്ലിയർ? അപ്പോൾ നമ്മളിതിൻ്റെ ഇത് നമ്മളെ കൊളുംസ് ലോ
ആദ്യമേ നമുക്കറിയാം 1/4πε0 Q1 Q2/r². നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്ഷൻ ഇട്ടാൽ മതി. ഡയറക്ഷൻ ഇടാനാണ് നമ്മൾ സഫിക്സ് ഇടുന്നത്. 21 F21. F21 എന്താണെന്ന് പറയേ? ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ദ ഫസ്റ്റ് ചാർജ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? r⁻21. ആ അകലം എത്രയാണ്? r21. അതിൻ്റെ അകലം എത്രയാണ്? r21². ഇനി ഇത് കിട്ടാൻ വേറെ ഒന്നും ചെയ്യണ്ട. F12 കിട്ടാൻ എന്ത് ചെയ്യണം? 2ഉം 1ഉം തിരിച്ചാൽ പോരെ? എവിടെയൊക്കെ 2 വരുന്നോ അവിടെ 1 എഴുതുക. എവിടെയൊക്കെ 1 വരുന്നോ 2 എഴുതുക. ഇത് ഇങ്ങനെ എഴുതണം. അവിടെ നമുക്ക് 2 1 എന്ന് എഴുതണം. രണ്ടായാലും ഒരേ വാല്യൂ തന്നെയാണ്. ഇറ്റ് ഇസ് 2 1 F21. F21 is Q2 Q1 divided by r21². ഇവിടെ അത് തന്നെ Q2 Q1 Q1 Q2 എന്ന് എഴുതിയാൽ മാറാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാനാണ് ഞാൻ ഈ കളേഴ്സ് മാറ്റി എഴുതിയത്. 2ൻ്റെ സ്ഥാനത്ത് 1, 1ൻ്റെ സ്ഥാനത്ത് 2, 2ൻ്റെ സ്ഥാനത്ത് 1, 1ൻ്റെ സ്ഥാനത്ത് 2. ഇവിടെയും അതേപോലെ മാറ്റി എഴുതി. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇൻ്റർചേഞ്ചിങ് കൊണ്ട് ഒന്നും അതിൻ്റെ മൂല്യത്തിന് സംഭവിക്കാൻ പോകുന്നില്ല. ആകെ സംഭവിക്കുന്നത് ഇതാണ് താരം. r⁻12 വലത്തോട്ടെങ്കിൽ -r⁻21 ഇടത്തോട്ട്. അപ്പോൾ ഇതാണ് ഹൈലൈറ്റ്. കാരണം ബാക്കി ഈ മൂല്യത്തിന് ഒരു മാറ്റവും ഇല്ല. ഈ എഴുതിയിരിക്കുന്ന വാല്യൂ ഇതാ, ഈ 2 പൂക്കളും ഒരേ പൂക്കളാണ്. ഇവിടെ വേരിയേഷൻ വരുന്ന ആർക്കാണ്? ഈ പറയുന്ന r⁻12നും r⁻21നും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. കാരണം ഇവ തുല്യവും തുല്യം ഇൻ ദ സെൻസ് മാഗ്നിറ്റ്യൂഡ് 1 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇത് രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡാണെന്ന് ഞാൻ പറഞ്ഞു. സോ നമുക്ക് എന്ത് കിട്ടും? F⁻21 is same as -F⁻12. ഇത് തന്നെയാണ് കൂളംസ് ലോ ന്യൂട്ടൺസ് ലോ ആയിട്ട് എഗ്രി ചെയ്യുന്നു എന്ന് പറയാനുള്ള കാരണവും. എന്താ ന്യൂട്ടൺസ് തേർഡ് ലോ? എവരി ആക്ഷൻ ആസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. Q1 Q2നെ എന്ത് ബലം കൊണ്ടാണോ തള്ളുന്നത് അല്ലെങ്കിൽ വലിക്കുന്നത്, അതേ ബലമാണ് തിരിച്ചു. സോ ദാറ്റ് ഇസ് കൂളംസ് ലോ ഫുള്ളി എഗ്രീസ് വിത്ത് ന്യൂട്ടൺസ് തേർഡ് ലോ. ഇനി ഇതിൽ നിന്നുള്ള കൺക്ലൂഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ അറിയണമെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ ഇസ് സ്പെസിഫൈഡ് ബൈ എ യൂണിറ്റ് വെക്ടർ എലോങ് എ വെക്ടർ. ഏത് വെക്ടറാണോ F21 എന്നുള്ള വെക്ടർ ആണെങ്കിൽ ആ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ വരയ്ക്കുക. F21ൻ്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടാണ്? r⁻21. ആ സെയിം ഡയറക്ഷനിൽ r⁻ വരയ്ക്കുക. തിരിച്ച് F12ൻ്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടാണ്? Q2 Q1നെ അങ്ങോട്ടാണ് പുഷ് ചെയ്യുന്നത്. സോ r12 എതിർദിശയിൽ. ക്ലിയർ? വി ഡു നോട്ട് റൈറ്റ് സെപ്പറേറ്റ് ഇക്വേഷൻസ് ഫോർ ലൈക്ക് ആൻഡ് അൺലൈക്ക് ചാർജസ്. എന്തിനാ അതിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, F21 ബാറും F12 ബാറും മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. വൈ? കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആണ്. ആകെ ഡയറക്ഷൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് മാറ്റേണ്ട ആവശ്യം ഇല്ല. മാത്രവുമല്ല, ഫോർ എക്സാമ്പിൾ, ഇഫ് Q1 ആൻഡ് Q2 ആർ ഓഫ് സെയിം സൈൻ. ഇപ്പോൾ ഈ കേസിൽ Q1ഉം Q2ഉം സെയിം സൈനാണ്. നമുക്ക് F21ൻ്റെ ഡയറക്ഷൻ 6 തരും, r⁻21 തരും. അപ്പോൾ r⁻21 എങ്ങോട്ടാ? വലത്തോട്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു സൈൻ ഇട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ്. സോ വോട്ട് ഇസ് r⁻21? വലത്തോട്ട്. ശരിയല്ലേ? റിപ്പൾസീവാണ്. ഇനി തിരിച്ച് ഇത് രണ്ടും മൈനസ് ആണെന്ന് വിചാരിക്കുക. ബോത്ത് ആർ മൈനസ്. ഈ രണ്ടും മൈനസ് ആണ്. അപ്പോഴും r⁻21 അങ്ങോട്ട് തന്നെയല്ലേ? വൈ? റിപ്പൾസീവാണ്. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ആണേലും ഇത് രണ്ടും മൈനസ് ആണേലും ദിസ് ഷോസ് റിപ്പൾഷൻ. r⁻21 അപ്പോൾ എന്ത് കാണിക്കും? റിപ്പൽ എന്ന് പറയും. ഇനി നേരെ തിരിച്ച് ഇത് മൈനസും ഇത് പ്ലസ്സും ആണെന്ന് വിചാരിക്കുക. എന്താ ഉണ്ടാവുക? ഇതെന്താന്ന് പറയണം ആദ്യം. വാട്ട് ഇസ് F21? ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ഫോഴ്സ് ഓൺ 2 ഇതാണ്. ഡ്യൂ ടു 1 ഇതിനെ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ F21ൻ്റെ ഡയറക്ഷൻ നേരെ തിരിഞ്ഞു വരും. എന്താ F21ൻ്റെ ഡയറക്ഷൻ? അപ്പോൾ F21ൻ്റെ ഡയറക്ഷൻ എന്ത് വരും? പറ.
F21-ൻ്റെ ഡയറക്ഷൻ നേരെ തിരിഞ്ഞു വരും. തിരിഞ്ഞു വരഞ്ഞു പറഞ്ഞാൽ ആര് തിരിഞ്ഞു വരും? R⁻21 എന്തായി മാറും? R⁻21 എന്താവും? -R⁻21 ആവും. അപ്പോൾ അത് അട്രാക്ഷനായി എന്ന് വെച്ചാൽ R⁻21 വലത്തോട്ട് റിപ്പൾഷൻ ആണ് എങ്കിൽ -R⁻21 F21-ൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പം അതെന്തായി? അട്രാക്ഷനായി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഫോർ എക്സാമ്പിൾ Q1 ആൻഡ് Q2 ആർ ഓഫ് സെയിം സൈൻ, F⁻21 is along R⁻21 and R⁻21 denotes repulsion. അതിൻ്റെ കൂടെ ഒരു ലൈനും കൂടെ എഴുതിയ പ്രശ്നം തീർന്നു. എന്താണ് അടുത്ത ലൈൻ? If Q1 and Q2 are of opposite sign, F⁻21 will be in the direction of -R⁻21. -R⁻21 എന്തായിരിക്കും വരിക? എതിർദിശ. എന്ന് പറഞ്ഞാൽ അതെന്താ? റിപ്പൾഷൻ അല്ല. റിപ്പൾഷൻ മാറി അത് എന്തായിട്ട് മാറും? -R⁻21 എന്ന് പറയുമ്പോൾ എന്തായി മാറും? അട്രാക്റ്റ്. ക്ലിയർ? അപ്പോൾ നമ്മൾ കൂളംസ് ലോ പഠിച്ചു. കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോമും പഠിച്ചു. കൂളംസ് ലോ എന്ന് മാത്രം എഴുതണമെങ്കിൽ ഇത് ഒഴിവാക്കിയാൽ മതി. ഇതില്ലാതെ എഴുതുമ്പോൾ കൂളംസ് ലോ ആയി. കൂളംസ് ലോ വിത്ത് വെക്റ്റർ എഴുതണമെങ്കിൽ നമുക്ക് R⁻ കൂടിയേ തീരൂ. അപ്പോൾ ഇവിടെ ബാറും വരും. ഓക്കെ, സോ ഇതും കൂടെ വരുമ്പോഴാണ് നമ്മുടെ 1.6 കൂളംസ് ലോ പൂർണ്ണമാവുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിരുന്നു. അവിടെ നമ്മൾ സ്കേലാർ മാത്രം. ഇപ്പം നമ്മളതിൻ്റെ വെക്റ്റർ രൂപം കൂടെ പഠിച്ചു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു.